എല്ലാവർക്കും ബോധി ക്ലിനിക്കിൻ്റെ ലെറ്റ്സ് ഡിഫറൻഷിയേറ്റ് പ്രോഗ്രാമിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് പോകാമെന്നോ, റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാമെന്നോ, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളതൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അവിടെ. എന്നാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ആ ഒരു സബ്ജക്റ്റിവിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിനെ പറ്റി, എൻ്റെ ഒരു സെൻസ് ഓഫ് സെൽഫിന് ഈ ഒരു റിലേഷൻഷിപ്പിന് സ്ഥലം കുറവാണ് എന്നുള്ളതിനെ പറ്റിയിട്ടും, ആ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്പേസ് റീഗെയിൻ ചെയ്യുക എന്നുള്ളതും, നമുക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ ഓവർകം ചെയ്യുക എന്നുള്ള രീതിയിലുമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, എന്തെല്ലാമാണ് നമുക്കങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്, എന്തെല്ലാമാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഞാനല്ലാതായി മാറിയെന്ന്. ഞാനിങ്ങനെ അല്ലായിരുന്നു, ഇതല്ലായിരുന്നു ഞാൻ എന്ന്. ചെറുപ്പം മുതലേ നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് എന്നുണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേര്, ഞാൻ എന്താണ് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല, എനിക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല, ഈ റിലേഷൻഷിപ്പിന് അതിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ആ ഒരു സെൽഫ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യപ്പെടാതെ പോവുകയും നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്പേസിലേക്ക് എത്താനും ഇത്തരം റിലേഷൻഷിപ്സ് വലിയൊരു കാരണമാവാറുണ്ട്. കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും തുല്യമായിട്ടുള്ളൊരു സ്പേസ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടല്ലേ. ഞാൻ എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യാനും, ഞാൻ എന്താണ് എന്നുള്ളത് നമുക്ക് അസേർട്ട് ചെയ്യാനും അവിടെ നമുക്ക് ആരുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല. എന്നാൽ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഇതുപോലെ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊരാളുടെ വിധേയത്വത്തിലായിരിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ നീഡ്സിനും ആ വ്യക്തിയുടെ കാര്യങ്ങളിലുള്ള ഫോക്കസിനും ആയിരിക്കും അവിടെ സ്പേസ് കൂടുതലുണ്ടായിരിക്കുക. അവിടെ എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഇതാണ് എന്നുള്ളത് പറഞ്ഞ് അസേർട്ട് ചെയ്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമുക്കത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാവണം എന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ ആ ഒരു സെൽഫിനെ റീഗെയിൻ ചെയ്യുക എന്നുള്ളതും, ആ ഒരു സെൽഫിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതും. കാരണം പലപ്പോഴും അതിന് നമുക്ക് മറ്റൊരാളുടെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല, അല്ലെ. എൻ്റെ സെൽഫ് എനിക്ക് റീബിൽഡ് ചെയ്യുക എന്നുള്ളതിലേക്ക് നമുക്ക് വേറെ ആരുടെയും പെർമിഷൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു വ്യക്തി മാറാനും, ഈ ഒരു വ്യക്തി ആ പെർമിഷൻ തരാനും, ഈ ഒരു വ്യക്തി നമ്മളുടെ സെൽഫിനെ, നമ്മളുടെ സബ്ജക്റ്റിവിറ്റിയെ അംഗീകരിക്കുന്നതിനും വേണ്ടി. അതിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് എൻ്റേതായിട്ടുള്ളൊരു സ്പേസിലേക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഞാൻ തന്നെ എന്നെ തിരിച്ചറിയുന്നു, ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ പോയത് വഴി എങ്ങനെയാണ് എൻ്റെ സബ്ജക്റ്റിവിറ്റി നഷ്ടപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും അവിടെ എൻ്റേതായിട്ടുള്ളൊരു സ്പേസിലേക്ക് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റേതായിട്ടുള്ളൊരു സബ്ജക്റ്റിവിറ്റിയിലേക്ക് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ് ആ ഒരു സ്പേസിലേക്ക് വരിക എന്നുള്ളത്. പലപ്പോഴും ഈ ആ ഒരു ഡിഫറൻഷിയേഷൻ എന്നുള്ളതിലേക്ക് നമുക്ക് ചിലപ്പോൾ ട്രോമയിലൂടെ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഒരുപാട് പേര് ആ ട്രോമയിലുള്ള ഇൻഡിവിജ്വൽ സെഷൻസിലുള്ള വർക്ക് അവരെ ഒരുപാട് സഹായിക്കാറുണ്ട്. കാരണം നമ്മൾ ആ ഒരു ട്രോമയിലുള്ള വർക്ക് ചെയ്യുമ്പോഴാണ്, ബേസിക്കലി ഞാൻ ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓരോരോ സംഭവങ്ങളും നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ട്രോമ ഉണ്ടാക്കുന്നുണ്ട്. ട്രോമ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മളുടെ ബ്രെയിനിന് ഇതിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് വരികയും ആ ഒരു ഫീലിങ്ങിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ബ്രെയിൻ അവിടെ കുറച്ച് ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മൾ ട്രോമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിസ്ഫങ്ഷണൽ ആവുന്നത് എങ്ങനെയാണ്? അത് ഒരു പാനിക്ക് നിറഞ്ഞ, വളരെ ഭയം നിറഞ്ഞ, ടെൻഷൻ നിറഞ്ഞ, മാനസിക സംഘർഷം നിറഞ്ഞൊരു സ്പേസിലാണ് ബ്രെയിൻ അവിടെ നിൽക്കുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള ഒരു ട്രോമയിൽ നിൽക്കുമ്പോൾ നമുക്കവിടെ ഭയവും പാനിക്കുമാണ് ഉണ്ടാവുക. മറിച്ച് അതൊരു സെക്യൂർ ആയിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കുമ്പോഴാണ് നമുക്കവിടെ ഔചിത്യപൂർവ്വം ചിന്തിക്കാനും അതിനകത്ത് വർക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ആ ഒരു ഹെഡ് സ്പേസിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ട്രോമയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും. ട്രോമയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല. ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ
ആ ഒരു ട്രോമയിൽ നിന്നുണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസിനെ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അത് ലിഫ്റ്റ് ആവുന്നത് വഴി നോ ലോങ്ങർ നമുക്ക് മുൻപോട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ റെസ്പോൺസസ് വരില്ല എന്നുള്ളതിലേക്കാണ്. ഈ ഒരു കാര്യത്തിലേക്ക് ഇൻഡിവിജ്വൽ സെഷൻസ് നിങ്ങളെ ഒരുപാട് സഹായിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്കത് എനിക്ക് ഇൻഡിവിജ്വൽ സെഷൻ ആവശ്യമാണ് എന്ന് തോന്നുന്ന സ്പേസ് വരികയാണെങ്കിൽ നിങ്ങളവിടെ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പി എടുക്കാനായിട്ട് മടിക്കരുത്. എൻ്റെ അടുത്ത് നിന്ന് തന്നെ ആവണമെന്നില്ല, ആരുടെ അടുത്തു നിന്നാണെങ്കിലും അതെ, ഒരു ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനും അവർ വർക്കൗട്ട് ചെയ്യാനായിട്ടും മടി കാണിക്കരുത്. ഞാൻ കൂടുതലായിട്ടും EMDR ഒക്കെ പോലുള്ള ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പി രീതികളാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ രീതികളാണ്. എങ്ങനെയാണെങ്കിലും ആ തെറപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറാറുണ്ട്. ആ ഒരു രീതിയിൽ കണക്കാക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നുള്ള ഹീലിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതിലൂടെ കടന്നു പോകുമ്പോൾ പല സ്പേസിൽ നിന്നായി നമ്മളതിൽ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഉദാഹരണത്തിന് നമുക്ക് ട്രോമ ബോണ്ടിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്ന് കരുതാം. ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള സ്നേഹത്തെ ഭയങ്കര കെമിസ്ട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും അതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ഫീലിങ്ങിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റീവായിട്ടുള്ള സ്പേസിലേക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ ബ്രെയിൻ അത് സമ്മതിക്കില്ല. നമ്മളുടെ ബ്രെയിൻ അപ്പോഴും അത് ഭയങ്കര ദിവ്യമായിട്ടുള്ളൊരു കണക്ഷനായിട്ടും ഒരു ഇമോഷണൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസൊക്കെ ആയിട്ടാണ് നമ്മളുടെ ബ്രെയിൻ അത് പെർസീവ് ചെയ്യുന്നത്. ട്രോമ ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് മറക്കരുത്. ട്രോമ ബോണ്ടിങ്ങിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ പലപ്പോഴും ട്രോമ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ഒരു ഇമോഷൻസിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യണം അല്ലേ. ഈ പറയുന്നത് ഒരു കെമിസ്ട്രിയാണ്, ഈ വ്യക്തി നല്ലത് വിചാരിച്ചിട്ടായിരിക്കും, സ്നേഹം ഉണ്ടായിരിക്കും എന്നൊക്കെ ഉള്ളത് ആ ഒരു ട്രോമയിൽ നിന്ന് വരുന്ന ഫീലിംഗ് ആണ്. അതിനെ ലിഫ്റ്റ് ചെയ്യുന്നത് വഴി റിയാലിറ്റിയെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവാറുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് കുറേയും കൂടി നമുക്കതിൽ ക്ലാരിറ്റി തരിക എന്നുള്ള രീതിയിൽ ട്രോമ ബോണ്ടിങ്ങിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നമുക്കുണ്ട്, വർക്കിംഗ് ത്രൂ ട്രോമ ബോണ്ട്സ് എന്ന് പറഞ്ഞ്. അതിനകത്ത് ഈ ലെറ്റ്സ് ഡിഫറൻഷിയേറ്റിനെ അതേപോലെ തന്നെ കുറേ വീഡിയോസ് ഉണ്ട്, ജേർണലിംഗ് ടോപ്പിക്സ് ഉണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ട്രോമ ബോണ്ടിങ്ങിൽ മാത്രമായിട്ടുള്ളൊരു കണ്ടൻറ്റാണത്. അത് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസിന് അവൈലബിൾ ആണ്. ലെറ്റ്സ് ഡിഫറൻഷിയേറ്റിൻ്റെ പ്രോഗ്രാമിൽ അത് ഇൻക്ലൂഡഡ് അല്ല. ട്രോമ ബോണ്ടിങ്ങിൻ്റെ വർക്ക് ആ ഒരു പ്രോഗ്രാം ലെറ്റ്സ് ഡിഫറൻഷിയേറ്റിൻ്റെ 10 months പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾക്ക് ട്രോമ ബോണ്ടിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതാണ്. ഒരുപാട് നിങ്ങളെ ആ ഒരു വർക്ക്ഷോപ്പ് ഹെൽപ്പ് ചെയ്യും. എഗെയിൻ അതിനകത്ത് ലൈവ് സെഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ആ വീഡിയോസും കണ്ടൻറ്റിലൂടെയും നിങ്ങളതിൽ കുറേയും കൂടി ക്ലാരിറ്റി നേടിയെടുത്ത് അതിലൂടെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ട്രോമ ബോണ്ടിങ്ങിൻ്റെ മാത്രമല്ല, ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ. ഈ ഒരു അബ്യൂസിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വരുന്നത് ഞാൻ പറയുന്ന റിയാലിറ്റി എനിക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്യാസ് ലൈറ്റർ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ പറയുകയാണ് എൻ്റെ റിയാലിറ്റി ഇതാണെന്ന് പറയുമ്പോൾ അല്ല എന്ന് നിരന്തരം പറയുക മാത്രമല്ല അവിടെ ചെയ്യുന്നത്, ആ നെറേറ്റീവ് നീ കൊണ്ടുവരുന്നതിന് നിനക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ അങ്ങനെ വരും തോറും നമുക്ക് തന്നെ നമ്മളെ ട്രസ്റ്റ് ഇല്ലാതായി മാറും, നമുക്ക് തന്നെ നമ്മളിലൊരു ഉറപ്പില്ലാതായി മാറും. നമ്മളുടെ ഈ ഒരു സെൽഫ് നഷ്ടപ്പെടുന്നതിലേക്ക് ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ളത് വളരെ വളരെ വലിയൊരു കോൺട്രിബ്യൂട്ടറാണ്. നമ്മളെങ്ങനെയാണ് 50-50 എന്നുള്ള രീതിയിൽ നിൽക്കേണ്ടുന്ന നമ്മുടെ സെൽഫിൻ്റെ നമ്മുടെ 50-നകത്തു നിന്നുള്ള ഒരു 48 നമ്മൾ ആ വ്യക്തിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കവിടെ നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, നമ്മളല്ലാതായി മാറുന്നത് കൊണ്ടാണല്ലേ. ഈ നമ്മളല്ലാതായിട്ട് മാറുക എന്ന് പറയുന്നതിലേക്ക് ഗ്യാസ് ലൈറ്റിങ്ങിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. എഗെയിൻ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡൈനാമിക്സിനെ പറ്റി തിരിച്ചറിയുന്നതും എൻ്റെ റിലേഷൻഷിപ്പിൽ എങ്ങനെയൊക്കെയാണ് അത് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നും തിരിച്ചറിയുന്നത് നമുക്ക് ആ ഒരു ക്ലാരിറ്റി തരുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ക്ലാരിറ്റിയിലേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹാൻഡ്ലിങ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഗെയിൻ വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പുണ്ട്. അതിനകത്തും ആ പ്രോഗ്രാമിൽ ഇതുപോലെ തന്നെ ജേർണലിംഗ് ടോപ്പിക്കിനേക്കാളും കൂടുതൽ ക്ലാരിറ്റി തരുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട് അതിനകത്തേക്ക്. ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റിയോട് കൂടി തിരിച്ചറിയാൻ സാധിക്കും എന്താണ് ഏതാണ് എന്നുള്ളത്. സോ ആ ഒരു ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പും സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലിനിക്കിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. സോ ട്രോമ ബോണ്ടിങ്ങിൻ്റെ വർക്ക്ഷോപ്പും ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പും സെപ്പറേറ്റ് ആണ്.
ഈ ഒരു ലെറ്റ്സ് ഡിഫറൻഷിയേറ്റിൻ്റെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ടാണല്ലേ നമുക്ക് പല പല വർക്ക്ഷോപ്സ് വേണ്ടി വരുന്നത്. കാരണം ഓരോന്നിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്കൊരൊറ്റ സ്പേസിൽ അതിനെ നിർത്താൻ പറ്റില്ല അല്ലേ. ഉദാഹരണത്തിന് ഈ അബ്യൂസ് മൂലം എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ ആ അബ്യൂസിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ലെറ്റ്സ് ഡിഫറൻഷിയേറ്റ് വർക്ക്ഷോപ്പിലാണ്. എന്നാൽ അതെൻ്റെ സ്പീക്കിംഗ് അപ്പിനെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് എനിക്ക് അതിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുക, എനിക്ക് എങ്ങനെ സ്പീക്കപ്പ് ചെയ്യാൻ പറ്റും, അസർട്ടീവ് ആവാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കോൺഫിഡൻ്റ് ആയിട്ട്, ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് സ്പീക്കപ്പ് വർക്ക്ഷോപ്പാണ് നമ്മളെ സഹായിക്കുക. ട്രോമ ബോണ്ടിങ്ങിനെ പറ്റിയിട്ടും ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റിയിട്ടും സ്പെസിഫിക് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണത് എഗെയിൻ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിലാണ്. ഞാൻ പറയുന്നത് പലപ്പോഴും നമുക്ക് ഇൻഡിവിജ്വൽ സെഷനിൽ പുറമേ. അപ്പോൾ ചോദിക്കുകയാണ് ഇൻഡിവിജ്വൽ സെഷനിൽ പിന്നെ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല. അവിടെ ആ ട്രോമയിലൂടെ ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പി രീതികൾ ഉപയോഗിച്ച് ആ ഇമോഷൻസിനെ ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളവിടെ എന്താ പറയുക ഇൻഡിവിജ്വൽ സെഷനിൽ വർക്കൗട്ട് ചെയ്യുന്നത്. സോ പല ആംഗിളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്തേക്ക് കുറേം കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുന്നത്. എന്തു തന്നെയാണെങ്കിലും ലെറ്റ്സ് ഡിഫറൻഷിയേറ്റ് വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു ജേണി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മുൻപിലേക്ക് പോകുമ്പോൾ പ്രോഗ്രാമിലെ വീഡിയോസും ജേർണലിംഗ് ടോപ്പിക്സ് എല്ലാം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളേറെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ സെഷൻ എടുക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു വർക്ക്ഷോപ്പ് തെറപ്പിക്ക് പകരമല്ല എന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇൻഡിവിജ്വൽ സെഷന് ഇൻഡിവിജ്വലായിട്ടുള്ള തെറപ്പിക്ക് ഒരിക്കലും ഈ ഒരു വർക്ക്ഷോപ്പ് പകരമല്ല. ഒരുപാട് പേർക്ക് അതിൻ്റെ കൂടെ ചേർന്ന് ആക്സസറി ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു വർക്ക്ഷോപ്പ്. എല്ലാവർക്കും ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ മുന്നോട്ട് പോകാനും അവനവൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യാനും നമ്മുടേതായിട്ടുള്ളൊരു സെൽഫിൻ്റെ സ്പേസ് തിരിച്ചു പിടിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.